ഹലോ ശബരീസ് വിഷൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ ഞങ്ങളെല്ലാവരും ഈ വട്ടം വളഞ്ഞിരുന്ന് കേൾക്കുന്നത് ഒരു ക്ലാസ്സാണ്. അതെ, നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് ലളിതകലാ അക്കാദമിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. എനിവേ, എൻ്റെ BEd കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേരളവർമ്മ കോളേജിൽ PG പൊളിറ്റിക്സിന് ചേർന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലെ പ്രധാനമായ ചില ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച ഈ ഒരു എക്സിബിഷൻ കാണാനായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പൊളിറ്റിക്സ് എന്ന വിഷയത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമാണ് ഗാന്ധി. എങ്കിലും ആ ഗാന്ധി തന്നെ നേടിത്തന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ന് ആ ഗാന്ധിയെ തന്നെ പലരും മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നതും നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. ഇത് ഗാന്ധിജിയെക്കുറിച്ച് നടക്കുന്ന കേവലം വെറും ഒരു എക്സിബിഷൻ അല്ല. ഗാന്ധിജിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും കേട്ടും പഠിച്ചും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമുക്കെല്ലാം അറിയാത്ത മറ്റു പല വിഷയങ്ങളും ഈ ഒരു എക്സിബിഷനിൽ ചിത്രങ്ങളിലൂടെയും ഇതിൻ്റെ സംഘാടകർ നൽകുന്ന ക്ലാസ്സുകളിലൂടെയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഉദാഹരണത്തിന്, ഗാന്ധി ചെറുപ്പത്തിലെ ഉന്നത പഠനത്തിനായി വിദേശത്ത് പോയൊരു വ്യക്തിയാണ്. അവിടെ വെച്ച് അനുഭവിച്ച അസമത്വ അനുഭവങ്ങളും അതോടൊപ്പം തിരികെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകളും എല്ലാമാണ് അദ്ദേഹത്തെ ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന നിലയിൽ മാറ്റിയെടുക്കുന്നതിന് കാരണമായത്. ഇതിനെല്ലാം പുറമെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത വിവിധ സാഹചര്യങ്ങളിലൂടെയും വിവിധ മേഖലകളിലൂടെയും ഗാന്ധി കടന്നു വന്നിട്ടുണ്ട്. അധികമാർക്കും അറിയാത്ത ഗാന്ധിജിയുടെ ആ ഒരു ചരിത്രത്തെയാണ് ഇന്ന് ഈ എക്സിബിഷനിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ എക്സിബിഷന്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ സംഘാടകർ ഇത്തരം പ്രദേശങ്ങളിൽ നേരിട്ട് പോയി പകർത്തിയ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളതിൽ ഭൂരിഭാഗവും. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുകളും പ്രസിദ്ധീകരണങ്ങളും അതോടൊപ്പം തന്നെ പഴയകാല ഫോട്ടോസുകളും എല്ലാം ഈ ഒരു എക്സിബിഷനിൽ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് വേറിട്ടൊരു അനുഭവവും മികച്ചൊരു അറിവുമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ അറിവുകൾ പങ്കുവയ്ക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. ഇതുപോലുള്ള മറ്റു പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ശബരിനാഥ് മൺലി സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.